ഇന്നലെ റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്ത അശ്വമേധത്തിലെ KK ശൈലജ ടീച്ചറുമായിട്ടുള്ള അഭിമുഖം, വടകരയിലെ LDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അഭിമുഖത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ചില കേന്ദ്രങ്ങൾ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തിയതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊരെണ്ണം, ഈ LDF സ്ഥാനാർത്ഥിയെ KK ശൈലജ മുസ്ലിം വിഭാഗത്തിലുള്ളവരെ മുഴുവൻ വർഗീയവാദികളാണ് എന്ന് അടച്ചാക്ഷേപിക്കുന്നു എന്ന തരത്തിൽ ചില ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. അവരെന്താണ് പ്രചരിപ്പിച്ചത് എന്ന് നമുക്ക് ആദ്യം കാണാം. മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നുമല്ല. എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ. മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ എന്ന ചോദ്യചിഹ്നത്തെ മുസ്ലിം ജനവിഭാഗം വർഗീയവാദികളാണ് എന്ന് KK ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് വരുത്തി വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു ഒരു കൂട്ടർ. അവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഈ ദൃശ്യം ഒന്ന് കാണണം, അതുകൂടി കേൾക്കൂ. മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നുമല്ല. എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ. ഞങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ അവിടെ ഫാറൂഖ് അബ്ദുള്ള പങ്കെടുത്തിരുന്നു, ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി. അതെ, ഞങ്ങളുടെ സമരത്തിൽ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം വന്നു. അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്, എനിക്ക് വളരെ ആവേശം തോന്നി കേട്ടിട്ട്. തുടങ്ങിയത് തന്നെ അയാൾ പറഞ്ഞത്, ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ മുസ്ലിം, ബട്ട് ഐ എം നോട്ട് എ പാകിസ്ഥാനി, ഐ എം എൻ ഇന്ത്യൻ മുസ്ലിം. അത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഫീൽ ഉണ്ടല്ലോ. ആ മുസ്ലിം ഇന്ത്യൻ പൗരനല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ. അതുകൊണ്ട് അതുപോലെ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനി ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ്. അതിനകത്ത് വേർതിരിവുണ്ടാകരുത് എന്നുള്ളതാണ് പറയുന്നത്. അത് പറയാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം വർഗീയമായ വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് മണിപ്പൂരിൻ്റെ സ്വസ്ഥത ചില മനുഷ്യർ കെടുത്തിയത്. സമാനമായ പ്രചരണം ദയവ് ചെയ്ത് കേരളത്തിൽ നിങ്ങൾ നടത്തരുത്. അതിന് റിപ്പോർട്ടർ TVയുടെ പരിപാടികൾ നിങ്ങൾ ഉപയോഗിക്കുകയും അരുത്. വ്യാജ വാർത്തകളെ കരുതിയിരിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയാനുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് സ്വതന്ത്രവും നിർഭയമായുമാവണം. അവിടെ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നേരിടൂ. ജനങ്ങളും നമ്മളും ഒക്കെ നിങ്ങൾക്കൊപ്പമുണ്ടാവും. വ്യാജ പ്രചരണങ്ങളിലൂടെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് റിപ്പോർട്ടറിൻ്റെ വിശ്വാസ്യതയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പലതും വന്നിട്ടും കുലുങ്ങിയിട്ടില്ല. പിന്നല്ലേ ഈ വ്യാജ പ്രചരണം. ഒന്ന് പോം പറഹേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ നിങ്ങൾ കരുതിയിരിക്കുക, വ്യാജ പ്രചരണങ്ങളെ നേരിടാനും തുറന്നു കാട്ടാനും ഇപ്പോൾ അധിക സമയമൊന്നും വേണ്ട. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇതൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടും. അതിന് പിന്നിൽ പിന്തുണ ആരെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അവരതിന് വെച്ചിരിക്കുന്ന വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇനി